മനോഹരമായ സ്ഥലത്ത് പിക്നിക്കിന് പോയ സ്ത്രീകളടക്കമുള്ള സംഘം പക്ഷേ ഒരു കാര്യം അങ്ങ് മറന്നുപോയി. വന്യമൃഗങ്ങളുള്ള കാടിന് സമീപമാണ് അവർ ആ പിക്നിക് സ്പോട്ട് തെരഞ്ഞെടുത്തിരിക്കുന്നത്. ദാ ദൃശ്യത്തിൽ കാണാം, പർവീൻ കസ്വാൻ എന്ന IFS ഉദ്യോഗസ്ഥൻ പങ്കുവച്ച വീഡിയോയാണിത്. അഞ്ജലി ജോൺ ആണ് നമ്മുടെ കൂടെയുള്ളത്. അഞ്ജലി, പല വിധത്തിലുള്ള വീഡിയോസ് ഒക്കെ നമുക്ക് മുന്നിലേക്ക് വരാറുണ്ട്. അപ്പോൾ ഒരു വിനോദസഞ്ചാര മേഖലയിലൊക്കെ ചെന്ന് കയറുകയാണ് എന്നുണ്ടെങ്കിൽ അപകടത്തിലേക്ക് ചെന്ന് ചാടരുത്, അവിടെയുള്ള നിർദ്ദേശങ്ങളൊക്കെ പാലിക്കണം എന്ന് പലപ്പോഴും നമ്മൾ പറയുന്നുണ്ട്. അതുപോലെ തന്നെയാണ് ഇതും. ഏതെങ്കിലും ഒരു സ്ഥലത്തേക്ക് പോകാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ആ സ്ഥലത്തെക്കുറിച്ച് കൃത്യമായി അറിഞ്ഞതിന് ശേഷം ശ്രദ്ധയോടുകൂടി മാത്രമേ അവിടേക്ക് ചെല്ലാനും ചെലവഴിക്കാനും പാടുള്ളൂ. ഇതെന്ത് വീഡിയോ ആണ്? എന്തെങ്കിലും ഒരു അപകടം പറ്റിപ്പോയെങ്കിലോ? അത് ഈ യാത്രകളൊക്കെ ചെയ്യാൻ ഇഷ്ടമല്ലാത്തവരായിട്ട് ആരും നമ്മുടെ ഇടയിൽ ഇല്ലല്ലേ. ഒരു റിലാക്സേഷനാണ് പലപ്പോഴും യാത്രകളൊക്കെ ചെയ്യുമ്പോൾ. ഈ ഒരു സംഭവം നടക്കുന്നത് അസം അരുണാചൽ പ്രദേശിന്റെ ഒരു ബോർഡർ പ്ലേസിലാണ്. ഇതുപോലൊരു വലിയ, നമ്മളെല്ലാവരും പരിഭ്രാന്തിയിലേക്ക് ആഴ്ത്തുന്ന ഒരു വീഡിയോ സംഭവിക്കുന്നത്. ഇതുപോലെ തന്നെ ഒരു കൂട്ട ആളുകൾ അവരുടെ ജോലി ഭാരത്തിൽ നിന്നൊക്കെ ഒന്ന് ഒഴിഞ്ഞു നിൽക്കുന്നതായിരിക്കും. ഒരു പിക്നിക്കിന് വേണ്ടി എല്ലാവരും അങ്ങനെ മനസ്സൊക്കെ തയ്യാറെടുക്കുന്നു. അങ്ങനെ അവർ ഫുഡൊക്കെ കുക്ക് ചെയ്യാന്നൊക്കെ തീരുമാനിച്ച് ഒരു ഫ്രണ്ട്സ് വൈബിൽ എല്ലാവരും കൂടെ അങ്ങനെ പ്ലാനൊക്കെ ചെയ്യാണ്. പക്ഷെ അവരെടുത്ത സ്പോട്ട് വലിയ അഡ്വഞ്ചറസ് സ്പോട്ടായിപ്പോയി. ഈ പറയുന്ന പോലെ അവരങ്ങനെ കുക്കൊക്കെ ചെയ്യുന്ന ദൃശ്യങ്ങളൊക്കെ നമുക്ക് അവിടെ കാണാൻ കഴിയുന്നുണ്ട്. അങ്ങനെ കുറച്ച് ആൾക്കാരൊക്കെ റിലാക്സ്ഡ് ആയിട്ട് നടക്കുമ്പോൾ കാട്ടിൽ നിന്ന് ഒരു ആന പെട്ടെന്ന് വരുന്നതായിട്ട് കാണാം. അങ്ങനെ ആനയെ കണ്ടോടെ എല്ലാവരും 4 ദിക്കിലേക്ക് അങ്ങനെ ഓടുകയാണ്. അപ്പോൾ ഓടുന്ന ഇടയിൽ ഒരു സ്ത്രീ ഉറക്കെ നിലവിളിച്ച് പറയുന്നുണ്ട്, ആരും ഓടരുത്, ഓടാതിരിക്കരുത്. നമുക്കറിയാം, നമ്മളിങ്ങനെ ഓടുന്ന കാണുമ്പോൾ അവർക്ക് നമ്മുടെ പുറകെ ഓടാനുള്ള ഒരു ടെൻഡൻസി ഒക്കെ കൂടുതലാണ്. അപ്പം അങ്ങനെ എന്തായാലും ആന 2 ചിഹ്നമൊക്കെ വിളിച്ച് അങ്ങനെ പതുക്കെ കാട്ടിലേക്ക് തന്നെ തിരിഞ്ഞു പോകുന്നുണ്ട്. അതാണ്, എന്തോ ഒരു ഭാഗ്യം കൊണ്ടാണ് അവിടെയുള്ള പലരും രക്ഷപ്പെട്ടത് എന്ന് തന്നെ വേണം പറയാം. അപ്പോൾ കാര്യങ്ങളൊക്കെ ഏതെങ്കിലും യാത്ര പോവുകയാണെങ്കിൽ ശ്രദ്ധിക്കണം. നിങ്ങൾ തിരഞ്ഞെടുക്കുന്ന സ്ഥലത്തെക്കുറിച്ച് കൃത്യമായിട്ടുള്ള അറിവുണ്ടാകണം. അവിടെ ചെന്നാൽ അവിടെയുള്ള നിർദ്ദേശങ്ങളൊക്കെ പാലിക്കുക തന്നെ വേണം. അല്ലെങ്കിൽ അപകടമൊക്കെ നമ്മൾ വിളിച്ചു വരുത്തുന്നത് പോലെയാണ്.